നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. PV അൻവറിന്റെ UDF പ്രവേശനം പ്രതിപക്ഷ നേതാവിനെ പിന്തുണച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. VD സതീശൻ പറഞ്ഞത് UDF നിലപാട്. കേറ്ററിംഗ് മേഖലയിൽ സഹകരണ സംഘം രൂപീകരിക്കണമെന്ന് മന്ത്രി VN വാസവൻ. കേറ്ററിംഗ് അസോസിയേഷൻ കോട്ടയം ജില്ലാ സമ്മേളനം ഏറ്റുമാനൂരിൽ. ശക്തമായ മഴയ്ക്ക് സാധ്യത. ജൂൺ 28 വരെ കോട്ടയം ജില്ലയിൽ മഞ്ഞ അലർട്ട്. മലയോര ജനത ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ. മണർകാട്ട് പെട്ടിക്കട ഉടമ മരിച്ച നിലയിൽ. മരണപ്പെട്ടത് മറ്റത്തിൽ വീട്ടിൽ കൃഷ്ണൻ ചെട്ടിയാർ. വാർത്തകൾ വിശദമായി. PV അൻവറിന്റെ UDF പ്രവേശന വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് UDF നിലപാടെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. കോട്ടയത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അൻവറിന്റെ UDF പ്രവേശന വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെ പിന്തുണച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLAയും. സതീശൻ പറഞ്ഞത് UDF നിലപാടാണെന്നും തീരുമാനം UDF ചർച്ച ചെയ്ത് എടുത്തതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ ഒരു മുന്നണിയുടെ തീരുമാനം മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളുമായി ആലോചിച്ച് എടുത്ത തീരുമാനമാണ്. ആ തീരുമാനം പ്രതിപക്ഷ നേതാവ് പരസ്യമായിട്ട് പറയുകയും ചെയ്തു. സംശയരഹിതമായിട്ട് അദ്ദേഹം അഭിപ്രായ പ്രകടനം നടത്തിയതിന് ശേഷം പിന്നെ പുതിയ എന്ത് സാഹചര്യം ഉണ്ടായിട്ടുള്ളത്? ഒരു നിലപാട് UDFനകത്ത് ചർച്ച ചെയ്തു. UDF ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം പ്രതിപക്ഷ നേതാവ് പരസ്യമായിട്ട് പറഞ്ഞു. അതിനുശേഷം എന്ത് പുതിയ സംഭവവികാസം ഉണ്ടായിട്ടുള്ളത്? LDF മുങ്ങുന്ന കപ്പലാണ്. LDFിലെ ഘടക കക്ഷികൾക്ക് അത് ബോധ്യമായിട്ടുണ്ടെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. ശശി തരൂരിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് ഹൈക്കമാൻഡാണെന്നും തരൂർ വിഷയം കേരളത്തെ ബാധിക്കുന്ന കാര്യമല്ലെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കാൻ സ്കൂളുകൾ ഏറ്റെടുക്കുന്നത് നിർത്തണം. ഭരണകൂടം വേറെ സംവിധാനം ഒരുക്കണം. സ്കൂളുകളിൽ ഇങ്ങനെ അധ്യയനം ഒഴിവാക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേറ്ററിംഗ് മേഖലയിൽ സഹകരണ സംഘം രൂപീകരിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യമാണെന്ന് സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ. സർക്കാർ തലത്തിൽ സഹകരണ സംഘം രൂപീകരിക്കുന്നതിന് ആവശ്യമായ സഹായം ചെയ്തു നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഓൾ കേരള കേറ്ററിംഗ് അസോസിയേഷൻ കോട്ടയം ജില്ലാ സമ്മേളനം ഏറ്റുമാനൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓൾ കേരള കേറ്ററിംഗ് അസോസിയേഷൻ കോട്ടയം ജില്ലാ സമ്മേളനം ഏറ്റുമാനൂർ സാന്റ് ജോസ് കൺവെൻഷൻ സെന്ററിൽ സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. കേറ്ററിംഗ് മേഖലയിൽ സഹകരണ സംഘം രൂപീകരിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യമാണെന്ന് മന്ത്രി പറഞ്ഞു. കൂടുതൽ മത്സരം നടക്കുന്ന മേഖലയാണ് കേറ്ററിംഗ് മേഖല. രുചിക്കൂട്ടും മികച്ച സേവനവുമാണ് ഈ ബിസിനസിന്റെ പ്രധാന ഘടകം. രൂക്ഷമായ വിലക്കയറ്റം കേറ്ററിംഗ് മേഖലയിലുള്ളവരെ സാരമായി ബാധിക്കുന്നുണ്ട്. ഫുഡ് ആൻഡ് സേഫ്റ്റി, ടാക്സ് വകുപ്പുകളിൽ നിന്നും ഈ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് സംഘടന കൊണ്ട് സാധിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഏറ്റവും നല്ല രൂപത്തിലുള്ള സർവീസും അതോടൊപ്പം തന്നെ രുചികരമായ ഉള്ളടക്കവും വിഭവവും തയ്യാറാക്കുന്ന രംഗത്ത് നിന്നുകൊണ്ടാണ് നമ്മുടെ ബിസിനസ്സിന് പുരോഗതി ഉണ്ടാകുന്നത്. പക്ഷേ അതിലേക്ക് എത്തണമെങ്കിൽ അതിനുവേണ്ടി വരുന്ന നമ്മുടെ ഓരോ റോ മെറ്റീരിയൽസും സമ്പാദിക്കുന്ന രംഗത്ത് ഇന്ന് രൂക്ഷമായ വിലക്കയറ്റം വരുമ്പോൾ അത് കൃത്യമായി നിങ്ങളെയും ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ സ്വാഭാവികമായി വളരെ പെട്ടെന്ന് അതിന് പരിഹാരം കാണണമെങ്കിൽ നമ്മൾ വിതരണം ചെയ്യുന്ന വിഭവങ്ങൾക്ക് നിലവിലുള്ളതിനേക്കാൾ ചാർജ് വർദ്ധിപ്പിച്ചേ മതിയാവൂ. ആ ചാർജ് വർദ്ധിപ്പിക്കണമെങ്കിൽ അത് സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ കഴിയും. അത് ബോധ്യപ്പെടുത്തണമെങ്കിൽ അധികാരികളുടെ മുമ്പിൽ ആദ്യം ഈ പ്രശ്നം അവതരിപ്പിച്ച് അത് ചർച്ച ചെയ്ത് ആ കാര്യത്തിൽ ഇത് കൂട്ടാനുള്ള അനുവാദം വാങ്ങി അതിലേക്ക് വരാനുള്ള അവസരമൊരുക്കുക എന്നതാണ് സംഘടന മുമ്പിൽ ഏറ്റവും മുമ്പിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന പ്രധാനപ്പെട്ട ഗൗരവമേറിയ പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. AKCA കോട്ടയം ജില്ലാ പ്രസിഡന്റ് സജി ജേക്കബ് അധ്യക്ഷനായി. ജില്ലാ രക്ഷാധികാരി ഏലിയ സക്കറിയ, ജില്ലാ സെക്രട്ടറി ജോസ് ഫിലിപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ജില്ലാ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. പ്രസിഡന്റായി സജി ജേക്കബ്, സെക്രട്ടറിയായി ബിജു തോമസ്, ട്രഷററായി സെബാസ്റ്റ്യൻ ജോസഫ് എന്നിവരെ ഏകകണ്ഠേന തെരഞ്ഞെടുത്തു. ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ സ്റ്റാളുകളും ഒരുക്കിയിരുന്നു. സമ്മേളനത്തിന് ശേഷം ഗാനമേളയും സ്നേഹവിരുന്നും നടന്നു. അനിയന്ത്രിതമായ വിലക്കയറ്റത്തിനെതിരെയും അനധികൃതമായി പ്രവർത്തിക്കുന്ന കേറ്ററിംഗുകാരെ നിയന്ത്രിക്കുവാനും ആവശ്യപ്പെട്ട് ജൂലൈ 8 സെക്രട്ടേറിയറ്റ് പടിക്കൽ ധർണ സംഘടിപ്പിക്കുമെന്ന് AKCA അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജൂൺ 28 വരെ കോട്ടയം ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചതായി ജില്ലാ കളക്ടർ ജോൺ V സാമുവൽ അറിയിച്ചു. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്നതിനെയാണ് ശക്തമായ മഴയായി കണക്കാക്കുന്നത്. മണർകാട്ട് പെട്ടിക്കട ഉടമയെ കടയ്ക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മറ്റത്തിൽ വീട്ടിൽ കൃഷ്ണൻ ചെട്ടിയാരാണ് മരിച്ചത്. സംസ്കാരം നടത്തി.
കോട്ടയം മണർകാട് പഴയ KK റോഡിലുള്ള പെട്ടിക്കടയ്ക്കുള്ളിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മണർകാട് മറ്റത്തിൽ വീട്ടിൽ കുഞ്ഞുമോൻ എന്ന് വിളിക്കുന്ന കൃഷ്ണൻ ചെട്ടിയാറാണ് മരിച്ചത്. 64 വയസ്സായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ കാണാതെ വന്നതിനെ തുടർന്ന് ബന്ധു അദ്ദേഹത്തിന്റെ കടയിൽ വന്ന് തിരിഞ്ഞപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മണർകാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. സംസ്കാരം നടത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. എലിക്കുളം കൃഷിഭവന്റെ നേതൃത്വത്തിൽ കശുമാവിൻ തൈകൾ വിതരണം ചെയ്തു. ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് നൽകിയത്. കേരള സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസി പദ്ധതി പ്രകാരം എലിക്കുളം കൃഷിഭവൻ വഴി മേൽത്തരം ഗ്രാഫ്റ്റ് ചെയ്ത കശുമാവിൻ തൈകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷേർലി അന്ത്യാംകുളം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം സെൽവി വിൽസൺ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം സിനി ജോയ്, കൃഷി ഓഫീസർ K പ്രവീൺ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ AJ അലക്സ് റോയ്, കൃഷി അസിസ്റ്റന്റ് KV കാർത്തിക തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കാഞ്ഞിരപ്പള്ളി കാർഷിക വികസന ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ പുതുതായി ആരംഭിക്കുന്ന സ്വർണ്ണ പണയ വായ്പകളുടെ ഉദ്ഘാടനവും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ജൂൺ 28-ന് നടക്കും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ബാങ്ക് ഹെഡ് ഓഫീസിൽ നടക്കുന്ന ചടങ്ങിൽ സ്വർണ്ണപ്പണയ വായ്പകളുടെ ഉദ്ഘാടനം ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജും വിദ്യാഭ്യാസ ക്യാഷ് അവാർഡ് വിതരണം അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തെങ്കിൽ MLA-യും നിർവഹിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്വർണ്ണപ്പണയ വായ്പയ്ക്ക് 1 മാസത്തേക്ക് പലിശരഹിത വായ്പയും കാർഷിക വായ്പകൾ 8.5% പലിശ നിരക്കിലും വിതരണം ചെയ്യുമെന്ന് ബാങ്ക് പ്രസിഡന്റ് സാജൻ തൊടുക അറിയിച്ചു. വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാജൻ കുന്നത്ത്, ഭരണസമിതി അംഗങ്ങളായ സണ്ണിക്കുട്ടി അഴകമ്പറയിൽ, അഡ്വക്കേറ്റ് സുമേഷ് ആൻഡ്രൂസ്, ബിജോസ് ജോസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നമ്മുടെ കാഞ്ഞിരപ്പള്ളി കാർഷിക വികസന ബാങ്കിന്റെ നേതൃത്വത്തിൽ സ്വർണ്ണ വായ്പ 28-ാം തീയതി എൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഗവൺമെന്റ് ചീഫ് ഡോക്ടർ ജയരാജ് സാർ നിർവഹിക്കും. പിന്നെയുള്ള വിദ്യാഭ്യാസ അവാർഡ് നമ്മുടെ ബാങ്കിൽ ഉന്നത വിദ്യ നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും അവർക്ക് ക്യാഷ് അവാർഡ് വിതരണം ചെയ്ത ബഹുമാനപ്പെട്ട പൂജാർ MLA അതുപോലെ സെബാസ്റ്റ്യൻ നിർവഹിക്കും. 8% പലിശയ്ക്ക് നമ്മുടെ കാർഷിക വികസന ബാങ്കിൽ നമ്മുടെ കാർഷിക മേഖലയ്ക്ക് വായ്പ വിതരണം ചെയ്തു. 8% പലിശയ്ക്ക് നമുക്ക് കൂടുതൽ കാർഷിക മേഖലയ്ക്ക് അഭിവൃദ്ധിയുണ്ടാകാൻ വേണ്ടി 8% പലിശ അതുകൊണ്ട് അത് നമുക്ക് ഉണ്ടാവുന്നതാണ്. കർഷക കോൺഗ്രസ് ചിറക്കടവ് മണ്ഡലം കമ്മിറ്റി പൊൻകുന്നം ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് ഉപകരണങ്ങൾ സമ്മാനിച്ചു. സ്കൂൾ അങ്കണത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ഏറ്റുവാങ്ങി. കോൺഗ്രസ് ചിറക്കടവ് മണ്ഡലം പ്രസിഡന്റ് സേവ്യർ മൂലകുന്ന് ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മിസ്ട്രസ് MC രജനി അധ്യക്ഷയായി. കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു മുണ്ടവേലി, ശ്യാം ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിൽ ആര്യാടൻ ഷൗക്കത്തിന് അഭിവാദ്യമർപ്പിച്ച് UDF ചിറക്കടവ് മണ്ഡലം കമ്മിറ്റി വിജയാഹ്ലാദ പ്രകടനവും യോഗവും നടത്തി. UDF മണ്ഡലം പ്രസിഡന്റ് സേവ്യർ മൂലകുന്ന് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ചെയർമാൻ അബ്ദുൾ റസാഖ് അധ്യക്ഷനായി. ജോർജ് കുട്ടി പൂതക്കുഴി, അബ്ദുൾ മജീദ്, PG ജയചന്ദ്രൻ തുടങ്ങിയവർ ആഹ്ലാദ പ്രകടനത്തിന് നേതൃത്വം നൽകി. പാമ്പാടി പേഴമറ്റം അങ്കനവാടി നവീകരിച്ച കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങി. 8 ലക്ഷം രൂപ മുടക്കിയാണ് കെട്ടിടം നവീകരിച്ചത്. പാമ്പാടി ഗ്രാമപഞ്ചായത്തിലെ നവീകരിച്ച പേഴമറ്റം അങ്കനവാടിയുടെ ഉദ്ഘാടനം നടന്നു. സംസ്ഥാന സഹകരണ യൂണിയൻ ഡയറക്ടർ KM രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡാലി റോയ് അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റും വാർഡ് അംഗവുമായ P ഹരികുമാർ, പാമ്പാടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് VM പ്രദീപ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സാബു M എബ്രഹാം, സന്ധ്യ രാജേഷ്, ശശികല PS, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനീഷ് PV, ഷിബു കുഴിയടത്തറയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. 8 ലക്ഷം രൂപ വകയിരുത്തി അങ്കനവാടി നവീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. പള്ളിക്കത്തോട് ഗവൺമെന്റ് ITIയിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. NCVT മെട്രിക് കോഴ്സുകളായ ആർക്കിടെക്ചറൽ ഡ്രാഫ്റ്റ്മാൻ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഡിജിറ്റൽ ഫോട്ടോഗ്രാഫർ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, ഡയറിംഗ്, ഫുഡ് പ്രൊഡക്ഷൻ, നോൺ മെട്രിക് കോഴ്സുകളായ പെയിന്റർ, വയർമാൻ, പ്ലംബർ, വെൽഡർ എന്നിവയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. SSLC യോഗ്യതയുള്ളവർ ഈ മാസം 30 വരെ അപേക്ഷിക്കാമെന്ന് ITI അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വ്യാവസായിക പരിശീലന വകുപ്പിന്റെ കീഴിലുള്ള പള്ളിക്കത്തോട് ഗവൺമെന്റ് ITI 2025 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഓൺലൈനായിട്ടാണ് അപേക്ഷ നൽകേണ്ടത്. നിലവിൽ ജൂൺ 30 വരെയാണ് അവസാന തീയതി.
100% പ്ലേസ്മെൻറ്റോടുകൂടി 19 ട്രേഡുകളിലായി 816 സീറ്റുകളിലേക്കാണ് അഡ്മിഷൻ നടക്കുന്നത്. പാലായിലെ തെരുവുനായ പ്രശ്നത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, പൊതുജനങ്ങൾ എന്നിവർ ചേർന്ന് നൽകുന്ന നിവേദനത്തിൽ സ്കൂൾ കുട്ടികൾ ഒപ്പുവെച്ചു തുടങ്ങി. ബൗബു സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ആയിരക്കണക്കിന് ഒപ്പുകൾ ശേഖരിച്ചാണ് നിവേദനം നൽകുന്നത്. പാലാ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകൾ കുട്ടികൾ നിവേദനത്തിൽ ഒപ്പിട്ടു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. PV അൻവറിന്റെ UDF പ്രവേശനം. പ്രതിപക്ഷ നേതാവിനെ പിന്തുണച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. VD സതീശൻ പറഞ്ഞത് UDF നിലപാട്. കേറ്ററിംഗ് മേഖലയിൽ സഹകരണ സംഘം രൂപീകരിക്കണമെന്ന് മന്ത്രി VN വാസവൻ. കേറ്ററിംഗ് അസോസിയേഷൻ കോട്ടയം ജില്ലാ സമ്മേളനം ഏറ്റുമാനൂരിൽ. ശക്തമായ മഴയ്ക്ക് സാധ്യത. ജൂൺ 28 വരെ കോട്ടയം ജില്ലയിൽ മഞ്ഞ അലർട്ട്. മലയോര ജനത ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ. മണർകാട്ട് പെട്ടിക്കട ഉടമ മരിച്ച നിലയിൽ. മരണപ്പെട്ടത് മറ്റത്തിൽ വീട്ടിൽ കൃഷ്ണൻ ചെട്ടിയാർ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.